നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. അന്തരീക്ഷ കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുകയാണ്. കൊടുംചൂട് ഒഴിഞ്ഞിട്ട് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മഴക്കാലം വരുമ്പോൾ നമ്മിൽ പലരും പേടിക്കുന്നത് കനത്ത വെള്ളപ്പൊക്കത്തെയും ഉരുൾപൊട്ടലിനെയൊക്കെയാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവനെടുക്കാൻ ശേഷിയുള്ള മറ്റൊന്നുണ്ട്. അതാണ് ഇടിമിന്നൽ. കേരളത്തിൽ മാത്രം ഓരോ വർഷവും ശരാശരി 70ഓളം ആളുകളാണ് ഇടിമിന്നലേറ്റ് മരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലാകെ പ്രകൃതി ദുരന്തങ്ങൾ മൂലം മരിക്കുന്നവരിൽ 39% പേരും ഇടിമിന്നൽ കാരണമാണ് ജീവൻ വെടിയുന്നത്. കനത്ത മഴയേക്കാൾ നാം ഭയക്കേണ്ടത് ഈ മിന്നൽ പിണരുകളെയാണ്. ഇടിമിന്നൽ സമയത്ത് നമ്മൾ എടുക്കേണ്ട അതീവ സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇതിലെ ഓരോ വിവരവും ഒരുപക്ഷെ നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ രക്ഷിച്ചേക്കാം. ആദ്യം നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം മിന്നൽ ഉണ്ടാകുന്നത്. മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ഇടിമിന്നലുകൾ വിതയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്കേ സഹ്യാദ്രി മലനിരകളും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് ഈ മലനിരകളിൽ തട്ടി കുത്തനെ മുകളിലേക്ക് ഉയരും. ഇതിനെയാണ് ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഇങ്ങനെ കുത്തനെ ഉയരുന്ന ഈർപ്പമുള്ള കാറ്റ് ആകാശത്ത് ഭീമൻ കരിമേഘങ്ങൾ രൂപപ്പെടാൻ കാരണമാവുന്നു. ഇതിനൊപ്പം ആഗോളതാപനം കാരണം അറബിക്കടലിലെ താപനില ഉയരുന്നതും അന്തരീക്ഷത്തിലെ ഈർപ്പം കൂട്ടുന്നു. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഓരോ ഡിഗ്രി സെൽഷ്യസ് വർധനവും ഇടിമിന്നലിന്റെ നിരക്ക് 12% വരെ കൂട്ടുമെന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ അനുഭവപ്പെടുന്നത് കോട്ടയം ജില്ലയിലാണ്. അവിടെ വർഷത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ശരാശരി 70 മിന്നലുകൾ വരെ ഉണ്ടാകാറുണ്ട്. എന്നാൽ തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിൽ പശ്ചിമഘട്ട മലനിരകൾ ഇല്ലാത്തതിനാൽ മിന്നൽ വളരെ കുറവാണെന്നും പഠനങ്ങളിൽ പറയുന്നു. ആകാശത്തെ മേഘങ്ങൾക്കുള്ളിലെ വായുപ്രവാഹം കാരണം ജലത്തുള്ളികളും മഞ്ഞുപാളികളും തമ്മിൽ നിരന്തരം ഘർഷണം ഉണ്ടാവുകയും ഇത് വലിയ തോതിൽ വൈദ്യുതി ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. ഒരു സാധാരണ ഇടിമിന്നലിൽ എത്ര വൈദ്യുതി ഉണ്ടെന്നറിയാമോ? ഏകദേശം 300 ദശലക്ഷം വോൾട്ട്. അതിന്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളുടെയൊക്കെ വീട്ടിലെ കറണ്ട് വെറും 230 വോൾട്ട് മാത്രമാണെന്ന് ഓർക്കണം. ഈ ഭീമൻ വൈദ്യുതി പ്രവാഹം കടന്നു പോകുന്ന വായു പെട്ടെന്ന് ചൂടാവും. ആ ചൂട് ഏകദേശം 30,000 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം. അതായത് സൂര്യന്റെ ഉപരിതലത്തിലുള്ള ചൂടിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ. ഈ അമിതമായ ചൂട് കാരണം ചുറ്റുമുള്ള വായു പെട്ടെന്ന് വികസിക്കുമ്പോഴാണ് വലിയ ശബ്ദത്തോടെയുള്ള ഇടിമുഴക്കം ഉണ്ടാകുന്നത്. മിന്നൽ 3 തരത്തിൽ നമ്മളെ അപകടപ്പെടുത്താം. ഒന്ന്, നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത്, അതായത് ഡയറക്റ്റ് സ്ട്രൈക്ക്. 2, അടുത്തുള്ള മരത്തിലോ കെട്ടിടത്തിലോ അടിച്ച് അത് നമ്മളിലേക്ക് പടരുന്നത്, അതിനെ സൈഡ് ഫ്ലാഷ് എന്ന് വിളിക്കും. 3, നിലത്ത് പതിച്ച മിന്നലിന്റെ വൈദ്യുതി തറയിലൂടെ പടരുന്നത്, അതിനെ ഗ്രൗണ്ട് കറണ്ട് എന്നും പറയാം. സാങ്കേതിക വശങ്ങൾ ഇവിടെ നിൽക്കട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇടിമിന്നലുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചെറിയ ക്ലാസ്സുകളിൽ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോൾ അത് മറന്നു പോകാനിടയുണ്ട്. ഒന്നാമതായി, ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കാണുമ്പോൾ തന്നെ അടച്ചുറപ്പുള്ള സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറണം. 2, വാതിലുകളും ജനലുകളും പൂർണ്ണമായും അടയ്ക്കണം. വാതിലിനടുത്തോ ജനലിനടുത്തോ ഒരു കാരണവശാൽ നിൽക്കരുത്. നിൽക്കുന്ന സ്ഥലത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കണം. പാദരക്ഷകൾ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ വൈദ്യുത ഉപകരണങ്ങളുടെ പ്ലഗുകൾ ഊരിയിടണം. വീട്ടിലെ TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങളുടെയും പ്ലഗുകൾ സോക്കറ്റിൽ നിന്നും വേർപെടുത്തണം. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. പ്ലഗ് പൂർണ്ണമായും ഊരിയിടണം. മിന്നൽ സമയത്ത് ലാൻഡ് ഫോണുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. എന്നാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല. പക്ഷേ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന ആ രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വെള്ളവുമായിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായും ഒഴിവാക്കണം. ഈ ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ടാപ്പ് തുറന്ന് പാത്രം കഴുകുന്നതും വെള്ളം ശേഖരിക്കുന്നതും ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് സുരക്ഷിതരായിരിക്കാൻ നമ്മളെ സഹായിക്കും. കാരണം പൈപ്പുകളിലൂടെ വൈദ്യുതി ചാർജ് വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണത്താലും വീടിന്റെ ടെറസിലേക്ക് ഈ സമയത്ത് പോകരുത്. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ കുട്ടികളെ പുറത്തു കളിക്കാൻ വിടരുത്. തുണികൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഒരു കാരണത്താലും പോകരുത്. വഴിയിലോ തുറസായ സ്ഥലത്തോ ആണെങ്കിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കുമ്പോൾ മിന്നൽ ഉണ്ടാകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കർശനമായിട്ട് പാലിക്കണം. നമ്മളൊരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ സുരക്ഷിതമല്ല. സ്വാഭാവികമായും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലേക്ക് സുരക്ഷ തേടി പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യരുത്. ഉയരമുള്ള മരച്ചുവടുകളിൽ പോയി നിൽക്കുന്നത് തികച്ചും അപകടകരമാണ്. കാരണം മിന്നൽ ഏറ്റവും വേഗത്തിൽ ആകർഷിക്കുന്നത് ഏറ്റവും ഉയരമുള്ള വസ്തുക്കളെയാണ്. നിങ്ങൾ അടച്ച ഒരു വണ്ടിക്കുള്ളിലാണ് ആ സമയത്തായിരിക്കുന്നെങ്കിലോ നിങ്ങൾ സുരക്ഷിതരാണ്. എന്നാൽ സൈക്കിൾ, മോട്ടോർ ബൈക്ക്, കൃഷിയിടങ്ങളിലെ ട്രാക്ടർ എന്നിവ ഈ സമയത്ത് ഒരു കാരണത്താലും ഉപയോഗിക്കരുത്. ജലാശയങ്ങളിൽ നിന്നും മാറി നിൽക്കണം. കുളം, പുഴ, കടൽ എന്നിവയിൽ നിന്ന് ഉടനടി കയറുകയും മീൻപിടുത്തം, ബോട്ടിംഗ് എന്നിവ പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്യണം.
ഇതെല്ലാം അപകട തീവ്രത വർദ്ധിപ്പിക്കുന്ന ഇടങ്ങളാണ്. സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ രണ്ട് കാലുകളും പരസ്പരം അടുപ്പിച്ചു വെച്ച് തല മുട്ടുകൾക്കിടയിൽ ഒതുക്കി തറയിൽ കുത്തിയിരിക്കണം. എന്നാൽ തറയിൽ കിടക്കരുത്. കാരണം നിലത്തുകൂടി കരണ്ട് പടരാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ഇടിമിന്നലേറ്റാൽ പേടിച്ചോടി പോകരുത്. കൃത്യസമയത്ത് നൽകുന്ന പ്രഥമ ശുശ്രൂഷ അവരുടെ ജീവൻ രക്ഷിക്കും. ചിലർ ചോദിക്കുന്ന സംശയമാണ്, മിന്നലേറ്റ വ്യക്തിയെ തൊട്ടാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും എനിക്ക് ഷോക്ക് ഏൽക്കില്ലേ എന്ന്. അതിനുള്ള ഉത്തരം പറയാം. മിന്നലേറ്റ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും നമുക്കൊരു കാരണത്താലും ഷോക്ക് അടിക്കുകയില്ല. സുരക്ഷിതമാണ്. ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായത്തിനായി ആംബുലൻസ് വിളിച്ച് ആ വ്യക്തിക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ആ സ്ഥലത്ത് വീണ്ടും മിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ രോഗിയെ കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മിന്നലിന് ഇരയായ വ്യക്തിക്ക് ബോധമുണ്ടെങ്കിലും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അവരെ നിലത്ത് കടത്തി തല ശരീരത്തിന്റെ താഴ്ഭാഗത്തേക്കാൾ താഴ്ന്ന നിലയിലും കാലുകൾ അല്പം ഉയർത്തിയും വെക്കുക. ഇടിമിന്നൽ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. നമുക്കതിനെ തടയാൻ കഴിയില്ല. എന്നാൽ ശാസ്ത്രീയമായ മുൻകരുതലുകൾ കൃത്യമായി പാലിച്ചാൽ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാം. കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ദാമിനി മൊബൈൽ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്തെ ഇടിമിന്നൽ സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിച്ചേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സുരക്ഷിതരായിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. നന്ദി.